എല്ലാവർക്കും നമസ്കാരം. 2023-24 ഇന്ത്യയിലെ ഇൻഷുറൻസ് പെനിട്രേഷൻ, ലൈഫ് ഇൻഷുറൻസ് പെനിട്രേഷൻ ഒരു ഡാറ്റ അനുസരിച്ച് ലൈഫ് ഇൻഷുറൻസ് അറൌണ്ട് 2.8% ആളുകളാണ് എടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ടേം ഇൻഷുറൻസ് അതിലും കുറവായിരിക്കും. അപ്പൊ 98% പേരും ഇന്ത്യയിലെ ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ്, അതായത് നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്കാത്തതിന് കാരണം എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന കുറെ വ്യക്തതയില്ലായ്മ ആയിരിക്കാം. അപ്പോൾ ഇത് സംബന്ധിച്ച് കുറെ ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്, കോളായിട്ടും നമ്മുടെ വീഡിയോയുടെ കമന്റുകളിലൊക്കെ. ആ ക്വസ്റ്റ്യൻസ് 10-12 ക്വസ്റ്റ്യൻസിന്റെ അതിന്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടേം ഇൻഷുറൻസ് എടുക്കാത്തവർക്കും എടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നവർക്കും ക്ലാരിറ്റി കുറഞ്ഞവർക്കും ഈ വീഡിയോ സഹായകരമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദ്യത്തെ ഒരു ചോദ്യം വരാറുള്ളത്, ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്, ചെറിയ പ്ലാൻ ആയിരിക്കും, ഒരു 25 ലക്ഷം 50 ലക്ഷത്തിന്റെ, അത് കൂട്ടിയെടുക്കാൻ പറ്റുമോ, അത് വേറെ കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റുമോ, ഒരുമിച്ച് തന്നെ 2 ഇൻഷുറൻസ് പ്ലാൻ, ടേം ഇൻഷുറൻസ് പ്ലാൻ കയ്യിൽ ഉണ്ടായാൽ ഓക്കെ ആണോ, അതിന്റെ ക്ലെയിം കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അതിന് ഉത്തരം യെസ്, നമുക്ക് എടുക്കാം. ഫിനാൻഷ്യൽ എലിജിബിലിറ്റിയും മെഡിക്കൽ എലിജിബിലിറ്റിയും നോക്കിയിട്ടാണ് ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനത്തെ പ്ലാൻ തരുന്നത്. അപ്പോൾ രണ്ടാമത്തെ കമ്പനിയോട് ആദ്യത്തെ പ്ലാനിന്റെ കാര്യം പറയണം, എത്ര സം അഷ്യൂർഡിറ്റി ആണ് ഉള്ളത് എന്ന് പറയണം. അതിനനുസരിച്ചാണ് ഫിനാൻഷ്യൽ എലിജിബിലിറ്റിയും മെഡിക്കൽ എലിജിബിലിറ്റിയും ചെക്ക് ചെയ്തിട്ട് പ്ലാൻ തരുന്നത്. അതുകൊണ്ട് അതെന്തായാലും കാണിച്ചിരിക്കണം. ഭാവിയിൽ ക്ലെയിമിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തെ, ഒന്നിലധികം നോമിനീസിനെ നമ്മുടെ ടേം ഇൻഷുറൻസ് പ്ലാൻസ് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒന്നിലധികം നോമിനീസിനെ ഉൾക്കൊള്ളിക്കാം. ഷെയർ, അതായത് നമുക്ക് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ 50% ആയിട്ട് ഷെയർ ഹോൾഡിംഗ് ആയിട്ട് കാണിക്കാം എന്നർത്ഥം. അത് അങ്ങനെ ചെയ്യാം. ഇതിൽ തന്നെ നോമിനീസ് ബ്രദർ, സിസ്റ്റർ ഒന്നും നമുക്ക് നോമിനിയായി വെക്കാൻ പറ്റില്ല. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വേണം. ഫാദർ, മദർ, വൈഫ്, കുട്ടികൾ, ഇവരും ഇങ്ങനെ മാത്രമേ നമുക്ക് നോമിനിയായി വെക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു പോളിസി ഇഷ്യൂ ആക്കി തന്നതിന് ശേഷം ഇൻഷുറൻസ് കമ്പനിക്ക് ആ പോളിസി, ടേം ഇൻഷുറൻസ് പ്ലാൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പറ്റും. ഇൻഷുറൻസ് ആക്ട് 45 സെക്ഷൻ 45 അനുസരിച്ച് 3 വർഷം വരെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ആ പോളിസിയെ പറ്റി ഓഡിറ്റ് നടത്തി ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. പക്ഷെ പോളിസി എടുത്ത് 3 വർഷത്തിന് ശേഷം പിന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ക്യാൻസൽ ചെയ്യാനോ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ പോളിസി എടുത്ത് 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലെയിം എങ്ങനെയായാലും കിട്ടിയിരിക്കും എന്നർത്ഥം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു ചോദ്യം വരാറുള്ളത്, ഹെൽത്ത് ഇൻഷുറൻസിലൊക്കെ ഉള്ള പോലെ എന്തെങ്കിലും ഇൻഷുറൻസ് എടുത്ത് കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ എന്നുള്ളതാണ്. ടേം ഇൻഷുറൻസ് പ്ലാനിൽ വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. നമ്മൾ പോളിസി എടുത്ത് പോളിസി ആക്റ്റീവായ പിറ്റേ ദിവസം എന്ത് സംഭവിച്ചാലും നമുക്ക് നമ്മുടെ സം അഷ്യൂർഡ് എത്രയാണോ അത് കിട്ടും. ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡുകൾ ഉണ്ടല്ലോ, അതായത് 1 മന്ത് വെയിറ്റിംഗ് പീരീഡ്, 2 ഇയർ വെയിറ്റിംഗ് പീരീഡുകൾ ഒക്കെ ഉണ്ടല്ലോ. ടേം ഇൻഷുറൻസ് പ്ലാനിൽ വെയിറ്റിംഗ് പീരീഡുകൾ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഡെത്തുകളും കവേർഡ് ആണോ എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എല്ലാ ടൈപ്പ് ഡെത്തുകളും കവേർഡ് ആണ്. ഈവൻ സൂയിസൈഡ് ആഫ്റ്റർ 1 ഇയർ കവേർഡ് ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ ഡെത്ത് സംഭവിച്ചാൽ കവറേജ് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ കവറേജ്, ഇത് ഗ്ലോബൽ പ്ലാൻ ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ കവറേജ് കിട്ടും. ആകെ കൂടി ഇന്ത്യക്ക് പുറത്താണെങ്കിൽ കുറച്ചുകൂടി ഡോക്യുമെന്റേഷൻ കൂടുതൽ, എംബസിയിൽ നിന്ന് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചുകൂടി ടൈം പീരീഡ് കൂടുതൽ എടുക്കുന്നുള്ളൂ. പക്ഷേ ഗ്ലോബൽ കവറേജ് ആണ്. എവിടെ വെച്ച് ഡെത്ത് സംഭവിച്ചാലും നമുക്ക് ടേം ഇൻഷുറൻസ് പ്ലാനിന്റെ ക്ലെയിം എമൗണ്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ നമ്മൾ കിട്ടുന്ന ക്ലെയിം എമൗണ്ട് എന്തെങ്കിലും, ഇപ്പൊ നമുക്ക് ഈ മരിച്ച ആൾക്ക് എന്തെങ്കിലും ലോൺ ഉണ്ട്, അതിനൊക്കെ ഡെപ്റ്റേഴ്സ് പിടിക്കുമോ, അല്ലെങ്കിൽ ഭാവിയിൽ അത് നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. നിങ്ങൾ ഈ പ്ലാൻ എടുക്കുമ്പോൾ MWPA, മാരീഡ് വുമൺ പ്രോപ്പർട്ടീസ് ആക്ട് എന്നുള്ളൊരു ഇതും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ MWPA ഇതും കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു അനക്ഷർ ഉണ്ട്, അതും കൂടി ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ടേം ഇൻഷുറൻസിലുള്ള എമൗണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമേ പോവുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കടമുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ 1 കോടിയുടെ ടേം പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് 2 കോടിയുടെ കടമുണ്ട് ക്ലെയിം വന്ന സമയത്തെങ്കിൽ നിങ്ങളുടെ ഈ ടേം ഇൻഷുറൻസ് പ്ലാനിൽ നിന്ന് കിട്ടിയ എമൗണ്ട് നിങ്ങളുടെ വൈഫിനും കുട്ടികൾക്കും മാത്രമേ പോവുള്ളൂ. MWPA എന്നുള്ള ഒരു ടേം ആക്ട് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ MWPയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. അത് അല്ലെങ്കിൽ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് MWP പ്ലാനിനെ കുറിച്ചും അതെന്താണ് ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ സാധിക്കും. അതുപോലെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് എത്ര വയസ്സ് വരെ എടുക്കണം, അതായത്
ഇപ്പൊ എനിക്ക് 35 വയസ്സായി, ഞാൻ എത്ര വയസ്സ് 99 വയസ്സ് വരെയുള്ള പ്ലാൻ ഉണ്ടല്ലോ, എത്ര വയസ്സ് വരെ എടുക്കണം? ഇത് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, അതായത് നിങ്ങൾക്ക് ഇപ്പൊ മാരീഡ് ആണ്, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു 25 വയസ്സ് 30 വയസ്സ് അവർക്കൊരു ജോലി കിട്ടി അവർ സ്വന്തം കാര്യം നോക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോളിസി ആവശ്യമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 35 വയസ്സുള്ള ഒരാൾക്ക് ഒരു 3 വയസ്സുള്ള കുട്ടിയുണ്ട് എങ്കിൽ ഒരു 60 വയസ്സ് വരെ ഒക്കെ എടുക്കുക, 65 വയസ്സ് വരെ എടുക്കുക. ആ കുട്ടിക്ക് 30 വയസ്സ് 35 വയസ്സായേക്കാം. പിന്നെ നമുക്ക് ടേം ഇൻഷുറൻസ് പ്ലാൻസ് റെസ്പോൺസിബിലിറ്റി, ഇൻകം റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള സമയത്ത് മാത്രം വേണ്ട പ്ലാനാണ്. 60 വയസ്സ് 65 വയസ്സ് വരെ മാത്രമേ നമുക്ക് ഈ പ്ലാനിന്റെ ആവശ്യമുള്ളൂ. 99 വയസ്സ് വരെ എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം എടുക്കണോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അതായത് ഞാൻ പ്രീമിയം അടച്ചു പോകുന്നു, 10-20 കൊല്ലം പ്രീമിയം അടച്ചു, പ്രീമിയം തിരിച്ചു തരുന്ന പ്ലാൻസ് വേണോ എന്ന് വെച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതിന്റെ ആവശ്യമില്ല. കാരണം സാധാരണ പ്ലാനിൽ ചിലപ്പോൾ പ്രീമിയം 15,000 ആയിരിക്കും, റിട്ടേൺ ഓഫ് പ്രീമിയത്തിൽ 25,000 ആയിരിക്കും. 10,000 റുപ്പീസ് വെച്ചിട്ട് എല്ലാ കൊല്ലവും എക്സ്ട്രാ അടയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 10 ലക്ഷം രൂപ തിരിച്ചു തരുമായിരിക്കും. പക്ഷെ ഈ ഡിഫറൻസ് ഉള്ള 10,000 രൂപ ഇപ്പൊ തന്നെ മ്യൂച്വൽ ഫണ്ട് SIP ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്തേക്ക് ഈ നമ്മുടെ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് 10 ലക്ഷമാണ് തിരിച്ചു കിട്ടുന്നത്, അവർ 1 കോടി രൂപ കിട്ടും. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം എടുക്കേണ്ട കാര്യമേ ഇല്ല. സാധാരണ ഒന്നും തിരിച്ചു കിട്ടാത്ത പ്ലാൻ എടുക്കുക, അതിന്റെ കൂടെ തന്നെ മ്യൂച്വൽ ഫണ്ട് SIP എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ റിട്ടേൺ ഓഫ് പ്രീമിയത്തിന് 10 ഇരട്ടി ഗുണം ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ തന്നെ പേ ഔട്ട് എങ്ങനെ റിസീവ് ചെയ്യണം, അതായത് ക്ലെയിം സംഭവിച്ചാൽ പേ ഔട്ട് നോമിനിക്ക് ലംസമാക്കി തന്നെ കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അല്ലാതെ മന്ത്ലി ആയിട്ട് കിട്ടുന്നതോ പകുതി ലംസമോ മന്ത്ലി ആയിട്ട് കിട്ടുന്നോ അല്ല, ലംസം ഒരുമിച്ച് എത്രയാണ് 1 കോടി 2 കോടി ഒരുമിച്ച് നോമിനി കിട്ടുന്ന രീതിയിൽ തന്നെ എടുക്കുക. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഈ റീ ഇൻഷുറൻസ് എന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ ഇൻഷുറൻസുകളെ വീണ്ടും ഒരു വേറെ മ്യൂണിക് റീ പോലത്തെ കമ്പനികളിലേക്ക് ഒരു തവണ കൂടി ഇൻഷുറൻസ് നമ്മുടെ ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യും. അതിനാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി ടേം പ്ലാനിനെ കുറിച്ച് നമുക്ക് വരുന്ന എല്ലാ സംശയങ്ങളും തീർത്തു തരുന്ന ഒരു വീഡിയോ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരികയും ചെയ്യാം. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ. ഇതുപോലെ തന്നെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തരുന്ന ചാനലാണ്. ഫിനാൻഷ്യൽ സംബന്ധിച്ച, ഇൻഷുറൻസ് സംബന്ധിച്ച, മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ച വിവരങ്ങൾ തരുന്ന, പുതിയ അപ്ഡേറ്റ്സ് തരുന്ന ഈ വീഡിയോ എല്ലാ ആഴ്ചയും ഈ ചാനൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.